തെങ്ങിന് കുഴിയെടുക്കുന്നത് മുതൽ തെങ്ങിനെ പരിപാലിക്കുന്നത് മുതൽ, അതുപോലെ തന്നെ രോഗ കീടങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണ രീതികൾ, പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ നാളികേരം വിപണനം ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെയാണ് നമ്മളുടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കുറിയനം തൈയുടെ കാര്യം സാറ് പറഞ്ഞിരുന്നല്ലോ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ 10,000 തേങ്ങ മേടിച്ച് പാകി. അപ്പോൾ അതിൽ ഞാൻ ആ സൊസൈറ്റിയിലെ മെമ്പറാണ്. ഞാനും 15 കൂടെ തെങ്ങും തൈ വെച്ചിട്ടുണ്ട്. വെച്ചില്ല, വെക്കാൻ ഈ ഉണക്ക സമയമൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശാസ്ത്രീയമായി എന്തെങ്കിലും വെക്കുന്നതിന് നമ്മൾ നെടിയ തെങ്ങും തൈ വെക്കുന്ന പോലെ തന്നെ താഴ്ത്തി വെക്കാമോ, അതോ ഈ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ? അതിന് ശാസ്ത്രീയമായ ഒരു പരിചരണം എന്താണെന്നൊക്കെ ഉള്ള പറഞ്ഞാൽ കൊള്ളാം. ഒന്ന്. രണ്ടാമത് ചെല്ലിയുടെ കാര്യം പറഞ്ഞു. നേരത്തെ ചെല്ലിക്കണിയെ പഞ്ചായത്തിൽ നിന്നൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ വെച്ച് ഈ മറ്റ് പുരാടത്തിലുള്ള ചെല്ലികളും കൂടെ ഈ കണിയിൽ വരികയും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചാവത്തും ഒന്നുമില്ല, വന്ന് പറന്നു പോകുന്നത്. ആ മറ്റ് പുരാടങ്ങളിലുള്ള ചെല്ലിയും കൂടെ നമ്മുടെ പുരാടത്തിലോട്ട് വന്ന് കയറി ഇതിനെ എന്തെങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ ചെല്ലിയെ പിടിക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ, അല്ലാതെ ഇവിടെ സാറ് പറഞ്ഞ പോലെ ടാബ്ലറ്റും ഒക്കെ വെച്ച് ആ സംവിധാനമേ ഉള്ളോ? തെങ്ങുംതൈയുടെ കാര്യം പറഞ്ഞു. കുറിയനം തെങ്ങുംതൈയാണ് വെച്ചത്. CPCRയുടെ ശുപാർശ നെടിയനം തെങ്ങുംതൈയുടെ കാര്യത്തിലും കുറിയനത്തിൻ്റെ തെങ്ങുംതൈയുടെ കാര്യത്തിലും പരിപാലനത്തിന് ഒന്ന് തന്നെയാണ്. ഒരു 3 അടി താഴ്ച വ്യാസം ഉള്ള കുഴികൾ എടുക്കുക, പകുതിയോളം മേൽമണ്ണ് തന്നെ വീണ്ടും കുഴിയിലേക്കിട്ട് നമ്മൾ തൈ നടുക. തൈ നട്ട് ആദ്യത്തെ 3 മാസം പ്രത്യേക വളം കൊടുക്കണമെന്നില്ല. കൊടുക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ ജൈവവളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകം നമുക്ക് ആദ്യത്തെ 3 മാസം വേരോട്ടത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് കൊടുക്കുന്നത്. അതിനുശേഷം 3 മാസം കഴിയുമ്പോൾ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള 10-1 അളവിലുള്ള വളങ്ങൾ കൊടുക്കുക. ആ രീതിക്ക്, കാരണം പ്രത്യേകിച്ച് മാറ്റങ്ങൾ നെടിയനവും കുറിയനവും തമ്മിൽ തൈയുടെ നടിയിലോ ഇനി ആദ്യത്തെ പരിപാലനയിലോ പ്രത്യേക മാറ്റങ്ങളില്ല. പക്ഷേങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുറിയനങ്ങൾ ചിലപ്പോൾ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിന് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. സാധാരണ ഒരു 10% നെടിയനങ്ങളിൽ തൈ തെങ്ങുകളിൽ അതിൻ്റെ കീട ആക്രമണമെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം, ചിലപ്പോൾ ഒരു 20% കൊമ്പൻ ചെല്ലി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ നാമ്പോലയുടെ ചുറ്റിനുമുള്ള 2 ഓലക്കവിളുകളിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ വേപ്പൻ പിണ്ണാക്ക് പൊടി അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് പൊടി, അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ക്ലോറി ഡസ്റ്റ് മണലുമായിട്ട് ചേർത്ത് നമ്മൾ ചേർത്ത് 50 ഗ്രാം ക്ലോറി ഡസ്റ്റ് എടുക്കുക, 2 കിലോ മണലുമായിട്ട് മിക്സ് ചെയ്ത് അതിൽ നിന്നൊരു 125 ഗ്രാം 2 ഓലക്കവിളിലും ഇട്ട് വയ്ക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രീൻ ലേബൽ കുറച്ച് വില കൂടിയ കെമിക്കൽസാണ് ഫെർട്ര അല്ലെങ്കിൽ പിപ്രോണിൽ 6 ഗ്രാം ഒരു തെങ്ങിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിനകത്താക്കി ചെറിയ ദ്വാരങ്ങളിലിട്ട് 2 ഓലക്കവിളിലും വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ 100 തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ മാത്രമേ അല്ലെങ്കിൽ 2-ൽ മാത്രമേ ചെല്ലി കയറാൻ സാധ്യതയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 20-25 തെങ്ങോളം നമുക്ക് ഈ ചെല്ലി കയറി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മാറി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കീടനാശിനി തന്നെ എപ്പോഴും ഉപയോഗിക്കാതിരിക്കുക. പിപ്രോണിൽ അല്ലെങ്കിൽ ഫെർട്ര അല്ലെങ്കിൽ ക്ലോറി ഡസ്റ്റ് മരോട്ടി പിണ്ണാക്ക് ഇത് മാറി ഈ 3 മാസം കൂടുമ്പോൾ തെങ്ങിൽ വെച്ച് കൊടുക്കുക. ഒരു കുഴപ്പം കൂടാതെ നമുക്ക് തെങ്ങിനെ പരിപാലിച്ചുകൊണ്ട് വരാൻ സാധിക്കും. ചെമ്പൻ ചെല്ലി കുറിച്ച് ഏറ്റവും വലിയ ഒരു പരാമർശമാണ് ഇവിടെ നിന്ന് വന്നത്. കാരണം തെങ്ങിനെ മണ്ട മറിക്കുന്ന ഒരു കീടമായിട്ടാണ് അത് നമ്മൾ കാണാൻ സാധിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, തെങ്ങിൻ്റെ മണ്ടയെ മറിക്കുന്ന ഒരു കീടമായിട്ടാണ്. അപ്പോൾ തെങ്ങിനെ കൊല്ലുന്നു. മറ്റു കീടങ്ങളെ പോലെ അല്ല ഈ കീടത്തിൻ്റെ എല്ലാ ദശകളും, മുട്ടയായിരുന്നാലും ശരി, അതുപോലെ തന്നെ പുഴുക്കളും സമാധിയും ചെല്ലിയും തന്നെ തെങ്ങിനകത്ത് തെങ്ങിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കീടബാധയും കൂടെയാണ്. ഇപ്പോൾ കൊമ്പൻ ചെല്ലി എന്ന് വെച്ചാൽ അതിൻ്റെ പുഴുക്കളെല്ലാം ചാണകക്കുഴിയിലായിരിക്കുക. അപ്പം അത് കൂടാതെ ഇത് വളരെ സ്പെസിഫിക്കാണ്. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലായി, ഇവിടെ തന്നെ ഒരു ചെല്ലി പറന്നു വന്നു. കാരണം ഇവിടെ ഏതോ തെങ്ങിൻ്റെ മണം ഉണ്ടായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഈ കുരുന്നോലകൾ നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മണം തന്നെ മതി. അപ്പം തെങ്ങിന് മുറിവ് പോലും നിങ്ങൾ പടുത്താൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പം തെങ്ങിലേക്ക് തടിയിലേക്ക് വെട്ടുകത്തി കുത്തിവെക്കുക, മടൽ മുറിക്കുമ്പോൾ തെങ്ങിൻ്റെ തടിയോട് ചേർത്ത് മുറിക്കുക, ഇതെല്ലാം അതിൻ്റെ ഏറ്റവും ഒരു ദോഷവശമാണ്. അപ്പം ദയവ് ചെയ്ത് ഇത് ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് കരുതൽ കൂടേണ്ട ഒരു പോയിൻ്റാണ്. കൂടാതെ ഈ പറയുന്ന ചെമ്പൻ ചെല്ലി ഏറ്റവും 5 മുതൽ ഒരു 15 കൊല്ലം പ്രായമുള്ള തെങ്ങിനാണ് ഏറ്റവും കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, 5 അല്ലെങ്കിൽ 7 കൊല്ലം വരെ പ്രായമുള്ള തെങ്ങിലേക്ക് നമുക്ക് താളന്ന് ചെയ്യാൻ പറ്റുന്നത് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ആ ഒരു കാര്യം എസ്പെഷ്യലി ഈ പറയുന്ന മുറിവുകൾ ഉള്ളാതെ നോക്കുക. ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് ഈ ചെമ്പൻ ചെല്ലിയെ നമ്മൾ നിയന്ത്രിക്കുക. ഇത് കൂടാതെ തന്നെ
ഈ കൊമ്പൻ ചെല്ലിക്ക് വേണ്ട നിയന്ത്രണ മാർഗം എന്താ വെച്ചാൽ കൊമ്പൻ ചെല്ലി ഇടുന്ന മുറിയിലാണ് ഈ ചെമ്പൻ ചെല്ലി വന്ന് കയറുക. അപ്പം ഈ ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കൂടാതെ ചെമ്പൻ ചെല്ലിക്ക് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള കീടനാശിനികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഇമിഡാക്ലോപ്രിഡ് കടയിൽ നമുക്ക് കോൺഫിഡർ എന്നുള്ള പേരിൽ ലഭ്യമാണ്. അത് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് സംശയമുള്ള തെങ്ങിലേക്ക് മാത്രം അത് ഉപയോഗിക്കുന്നത് വളരെ വളരെ എഫക്റ്റീവാണ്. ഒരു കീടനാശിനി ആയ സ്ഥിതിക്ക് അത് ഒരു മരുന്നല്ല, അപ്പം ഒരു വിഷമാണ്. അപ്പം വിഷത്തിന് വേണ്ട എല്ലാ മുൻകരുതലും നമ്മൾ എടുത്തുകൊണ്ട് വേണം ഈ സ്പോട്ട് അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിന് നമ്മൾ വളരെ കാര്യമായിട്ട് ഉള്ള ഗ്ലൗസും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഏപ്രൻസിനെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. തെങ്ങ് അപ്പം ചെമ്പൻ ചെല്ലി വന്നിരിക്കുന്നതോ ഇല്ലയോ എന്നുള്ളത് പരിശോധന ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ സിംറ്റം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കൂടാതെ നമ്മുടെ കാത് കൊണ്ട് തെങ്ങിൻ്റെ തടിയിൽ വെച്ചാൽ പോലും ആ തെങ്ങിൻ്റെ ഈ കാർന്ന് തിന്നുന്ന ഈ പുഴുക്കൾ കാർന്ന് തിന്നുന്ന ശബ്ദം നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും ഒരു ചോദ്യം വന്നിരിക്കുന്നത് കെണിയെ കുറിച്ചായിരുന്നു. അപ്പം നിങ്ങളിപ്പോൾ കണ്ടു തെങ്ങിൻ്റെ മണമുള്ളപ്പോൾ തന്നെ ഈ ചെല്ലി ആകർഷിച്ചു വരുന്നു. അപ്പം തെങ്ങിൻ്റെ കെണി വയ്ക്കുന്നത് ഒരു വളരെ നല്ല ഒരു ടെക്നോളജി ആയിരുന്നു. പക്ഷേ ഇത് എവിടെ വയ്ക്കണം, എങ്ങ് വയ്ക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം തെങ്ങിലേക്ക് ഒരു ഇടവളി കൂടുതലായിട്ടിരിക്കുന്ന ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്നു, അതുപോലെ പൊങ്ങം കൂടിയ ഇടവളി കൃഷി ചെയ്യുന്നതിന് ഇടയ്ക്ക് കൊണ്ട് ഈ ചെല്ലിക്കണി വയ്ക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ചെല്ലി ആകർഷിച്ച് ഈ കെണിയിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പം ചെല്ലി കയറി വരാനുള്ള സംവിധാനമുള്ള ഇടത്തിൽ വേണം ഈ കെണി ആദ്യം നമ്മുടെ പറമ്പിലേക്ക് സ്ഥാപിക്കുക. അപ്പം അതിന് നല്ല ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ചെല്ലി വരുന്നതിനുള്ള ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ വേണം ഈ ചെല്ലിക്കണി നമുക്ക് വയ്ക്കുക. ചെല്ലിക്കണി വയ്ക്കുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയായിട്ട് ചെല്ലിക്കണി ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു കർഷകനായിട്ട് ഒരു ചെല്ലിക്കണി വെച്ചാൽ അത് തീർച്ചയായിട്ട് അതിൻ്റെ ദോഷവശമാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതൊരു കൂട്ടായ്മ അടിസ്ഥാനത്ത് ഇപ്പം നമുക്ക് സൊസൈറ്റിയോ അല്ലെങ്കിൽ CPOസോ ഇതുപോലത്തെ ഒരു കൂട്ടായ്മ അടിസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തോ ചെയ്യുമ്പോൾ ഒരു പൾസ് പോളിയോ ക്യാമ്പയിൻ പോലെ ഒറ്റ ദിവസത്തെ എല്ലാവരും തന്നെ വയ്ക്കുക. അതിൻ്റെ നമ്പർ അതിൻ്റെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കുറഞ്ഞ ഉടനെ എടുത്തു മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് വിജയിക്കാൻ സാധിക്കും. അപ്പം ഇത് ഏത് തോട്ടത്തിൽ വയ്ക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും തൈ തെങ്ങിരിക്കുന്ന ഇടത്തിലെല്ലാം നമ്മളിത് ശുപാർശ ചെയ്യുന്നത്. അതുപോലെ നല്ല നെടിയ നല്ല പൊക്കം കൂടി അല്ലെങ്കിൽ പ്രായം ചെന്ന തോട്ടത്തിൽ വേണം നമുക്കിത് വയ്ക്കാൻ. ഇപ്പോൾ ഞങ്ങളുടെ CPCRയുടെ ഗവേഷണ ഫലമായിട്ട് തന്നെ ഈ ഫെറമോണിൽ നിന്ന് വരുന്ന മണം വളരെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഉള്ള ടെക്നോളജി, ഒരു നാനോ പോറസ് ടെക്നോളജി വരെ നമ്മൾ ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് കൊള്ളിഞ്ഞു. അതും നമുക്ക് ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരേ ഒരു പ്രിക്കോഷൻ പറയുന്നത് ഇത് ഒരു കൂട്ടായ്മ അടിസ്ഥാനത്തും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ഒറ്റ സ്റ്റോക്കിലേക്ക് ചെയ്യുമ്പോൾ ഈ ചെല്ലിക്കണി വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. തടിയിലേക്ക് ചെല്ലി വന്നിരുന്നാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ദശകളും തെങ്ങിനകത്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങൻ തൈയുടെ മണ്ട മറിഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് എല്ലാ ദശകളും കാണാൻ സാധിക്കും. ചിലപ്പോൾ മുട്ട കാണും, ചിലപ്പോൾ വണ്ട് കാണും, അല്ലെങ്കിൽ സമാധി കാണും, അല്ലെങ്കിൽ ചെല്ലി കാണും. അപ്പം ഒരു തോട്ടത്ത് ഒരു തെങ്ങ് തലമറിഞ്ഞ് നിന്നു വെച്ചാൽ തീർച്ചയായിട്ടും അത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ചെല്ലിയുടെ ഒരു സോഴ്സായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ നശിപ്പിച്ച് കളയാന്നുള്ളതാണ് ഏറ്റവും ഒരു നല്ല ഒരു ടെക്നിക്ക്. അപ്പം ഒരു കീടനാശിനി തന്നെ ഇല്ലയെന്ന് വെച്ചാൽ മണ്ണെണ്ണയെങ്കിലും 200 മില്ലി മണ്ണെണ്ണയെങ്കിലും അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമിഡാക്ലോപ്രിഡും നമുക്ക് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിലിരിക്കുന്ന എല്ലാ ദശകളും നമുക്ക് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റും. അത് ഒരു വലിയൊരു സോഴ്സായിട്ടില്ല നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മുതിർന്ന ആളുകൾ പറയുമായിരുന്നു പണ്ട് നമ്മുടെ ഈ നല്ല ആരോഗ്യമുള്ള തെങ്ങ് അല്ലെ വെള്ളയ്ക്ക പൊഴിയുന്ന സാഹചര്യങ്ങളിൽ ആ തെങ്ങ് ചെത്താൻ കള്ളുൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ ആ തൊഴിലാളി ആ തെങ്ങിൽ കയറി ഇറങ്ങുകയും അതിൻ്റെ മണ്ടയ്ക്ക് ചെയ്യുന്ന ജോലി അനുസരിച്ച് ആ തെങ്ങിൻ്റെ കേട് പൂർണ്ണമായി മാറിക്കിട്ടുകയും അതിനുശേഷം ആ തെങ്ങിൽ നല്ല കായ്ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാറുണ്ടോ? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ തെങ്ങ് ചെത്തുന്ന പുരയിടങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു തെങ്ങ് മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 6 മാസം മാത്രമേ ചെത്തുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പൂക്കുലയൊന്നും തേങ്ങയായിട്ട് മാറുന്നില്ല.
ഇപ്പോൾ തേങ്ങയായിട്ട് മാറുമ്പോൾ കൂടുതൽ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് തന്നെ ചെത്തി എടുക്കുന്നത് കൊണ്ട് അത്രമാത്രം വളവും മറ്റു കാര്യങ്ങളും അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന കൊലകൾ 6 മാസം ചെത്തി പിന്നെ വരുന്ന 6 മാസത്തെ കൊലകളിൽ 3 തൊട്ട് 4 മടങ്ങ് വരെ ഉൽപ്പാദനം കൂടുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ഒരു തെങ്ങ് തന്നെ പൂർണ്ണമായിട്ട് ഒരു വർഷം മുഴുവനും ചെത്താൻ സാധിക്കില്ല. അതിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാധാരണ ചെത്തുന്ന തെങ്ങുകൾ 6 മാസം ചെത്തുക, പിന്നുള്ള 6 മാസം കൊലയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിക്കായിട്ടോ അല്ലെങ്കിൽ തേങ്ങയായിട്ടോ കൊലയെടുത്ത് പോവുകയാണ് ശ്രദ്ധിക്കേണ്ടത്. കേര കർഷകർ ഏറ്റവും കൂടുതൽ വഞ്ചിതരാകുന്നത് ഇപ്പം തെങ്ങിൻ തൈ വാങ്ങുന്നില്ല. നമ്മുടെ ഇവിടുന്ന് നല്ല ഇനം തെങ്ങിൻ തൈ കൊടുക്കുന്നുണ്ടെങ്കിലും ആവശ്യാനുസരണം അത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ കർഷകർക്കും ആവശ്യത്തിന് കൊടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇതിനൊരു പരിഹാരമായി കൃഷി ഓഫീസുകൾ മുഖാന്തരം നല്ല തെങ്ങിൻ തൈകൾ കൊടുക്കാനുള്ള ഒരു സംവിധാനത്തെപ്പറ്റി ശ്രദ്ധിക്കണമെന്നാണ് അഭിപ്രായം. വളരെ ബൃഹത്തായ ഒരു പ്രോജക്റ്റാണ് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് മുന്നോട്ട് വെച്ചത്. ചെല്ലി നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നെന്നാണ് കൃഷി ഓഫീസർ വികസന സമിതി, ഓണാട്ടുകര വികസന സമിതിയിലൊരു അംഗമാണ് ഞാൻ. ആ സമിതി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഐകകണ്ഠ തന്നെ പറഞ്ഞു ഏറ്റവും ഈ ബൃഹത്തായ പദ്ധതി ഭരണിക്കാവിൽ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള സംരംഭത്തിൻ്റെ മുന്നോടിയായിട്ട് ഈ CPCRL സയൻറ്റിസ്റ്റുകൾ വന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ കർഷകർക്ക് വേണ്ടി ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനമാണ്. അതനുസരിച്ച് കേര വികസനത്തിന് അനുഗുണമായ ശാസ്ത്രീയമായ ഒരു ആശയവിനിമയം ഈ സമൂഹത്തിന് കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും മികച്ച നാളികേര ഉൽപ്പാദന മേഖല എന്ന് ഇവിടെ പറയുകയുണ്ടായി. പക്ഷെ അത്തരത്തിലുള്ള മാതൃകകൾ എന്തുകൊണ്ട് നമ്മളുടെ ഈ മേഖലയിൽ CPCRI നിൽക്കുന്ന ഈ മേഖലയിൽ മാതൃക പല പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് നടത്തിക്കൂടാ? ഞങ്ങളുടെ പഞ്ചായത്ത് തന്നെ സന്നദ്ധമാണ്. അത്തരത്തിൽ ഉള്ള മാതൃകാപരമായ കൃഷി നാളികേര രംഗത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ സംഘങ്ങളുണ്ട്, അത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. അതിനുവേണ്ടി ആദ്യമായിട്ട് അങ്ങനെ ഒരു ചെമ്പൻചെല്ലി നിർമ്മാർജ്ജന പരിപാടി പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനുള്ള അവയർനെസ് നടത്തുന്നതിന് വേണ്ടി സമയോചിതമായി പൂർത്തീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ ഇപ്പം നമുക്കറിയാം, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഒരു ശുഭസൂചകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഈ കേരളം പോലുള്ള തീരപ്രദേശങ്ങളിലെ ചൂട് കൂടിയാൽ പോലും ഉൽപ്പാദനം നിലനിന്നു കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു പരിധിവരെ കൂടും എന്നുള്ളതാണ് കാണുന്നത്. മണ്ണിനെ രക്ഷിക്കുവാൻ കൃഷി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ മണ്ണിൻ്റെ മൂലകങ്ങൾ നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ മണ്ണിൻ്റെ പ്രകൃതിദത്തമായ മൂലകങ്ങളെ സംരക്ഷിക്കുവാൻ ഏതൊക്കെ രീതിയിലുള്ള കൃഷി രീതികൾ അവലംബിക്കാം? ഇങ്ങനെ ഒറ്റ ഏകവിളയായിട്ട് വിടാതെ വളരെയധികം ഇടവിളകൾ കൃഷി ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് തന്നെ ഞങ്ങൾ പറയും ഘനസാന്ദ്ര ബഹുവിള കൃഷി രീതി. ഏറ്റവും ഉയരത്തിലുള്ള തെങ്ങ്, കുരുമുളക്, തെങ്ങ്, 2 തെങ്ങുകൾക്കിടയിൽ പലതരത്തിലുള്ള വാഴ, കൊക്കോ, ഇപ്പം ജാതി കൃഷി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റംബൂട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്, പൊക്കം കുറഞ്ഞതായിട്ട് തീറ്റപ്പുല്ല്, പൈനാപ്പിള്, അങ്ങനെ പല തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നു എങ്കിൽ എപ്പോഴും നമുക്ക് ആ തോട്ടത്തിൽ ഒരു എയർ കൂളർ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അന്തരീക്ഷ താപനില കൂടിയാൽ പോലും ഈ ഘനസാന്ദ്ര ബഹുവിള കൃഷി രീതിയിൽ കൂടി മൈക്രോ ക്ലൈമറ്റ്, സൂക്ഷ്മ കാലാവസ്ഥ നമുക്ക് നിയന്ത്രിക്കുന്നതിന് സാധിക്കും. ജൈവാംശമുള്ള മണ്ണാണ് ശരിക്കും ജീവനുള്ള മണ്ണെന്ന് പറയുന്നത്. മണ്ണിനെ ജീവനുള്ളതാക്കുന്നത് ഈ ജൈവാംശമാണ്. ഇപ്പം മണ്ണിൽ 50% ഖരാവസ്ഥയും 50%-ൽ 25% ലിക്വിഡും 25% ഗ്യാസ് ഫോമിലുമാണ് ഉള്ള കമ്പോസിഷൻ പറയുവാണെങ്കിൽ, ഈ 50% ഖരാവസ്ഥയിൽ 45 മിനറലും 5% ജൈവാംശം ഉള്ളത്. ഈ 5% ശരിക്കും മണ്ണിനെ ജീവസുറ്റതാക്കുന്നത്. അതുപോലെ മണ്ണിൽ പോഷക മൂലകങ്ങളുടെ വിനിമയശേഷി വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിൻ്റെ ഭൗതിക ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അത് ശരിയായ രീതിയിൽ സസ്യ വളർച്ചയ്ക്ക് ഉതകുന്നതിനും മണ്ണിൽ ജൈവാംശം നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് മണ്ണിൽ ഈ ജൈവാംശം ഫാസ്റ്റായിട്ട് കുറയുന്ന ഒരവസ്ഥ. അപ്പം നമ്മൾ മണ്ണിലെ ജൈവാംശം എപ്പോഴും നിലനിർത്തണം. അപ്പം വളപ്രയോഗം എന്ന് പറയുമ്പോൾ രാസവളങ്ങളും
ജൈവവളങ്ങളും തുല്യമായ ഒരു സംയോജിതമായ ഒരു രീതിയിൽ വേണം നമ്മൾ പോഷക പരിപാലനം ചെയ്യേണ്ടത്. അപ്പം മണ്ണിൻ്റെ നേരറിഞ്ഞ് വേണം വളപ്രയോഗം ചെയ്യാനായിട്ട്. ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ നേരറിഞ്ഞ് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗങ്ങൾ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഒരു 21,000 മില്യൺ കോക്കനട്ടാണ് ഇപ്പം നമ്മുടെ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളുടെ പുറകിൽ 3-ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ആ സ്ഥാനം ഇന്ന് മാറി 2011-12 കണക്കുകൾ നോക്കുകയാണെങ്കിൽ നാളികേര ഉൽപ്പാദനത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദന ക്ഷമതയുള്ളത് തമിഴ്നാട്ടിലുള്ള തെങ്ങിൻ തോട്ടങ്ങളിലാണ്. പ്രത്യേകിച്ചും കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമത കൈവരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ ഡിസ്ട്രിക്ട്. എന്താണ് അവരുടെ പരിചരണ മുറകൾ പ്രാവർത്തികമാക്കുന്നതിൽ വളരെ മുന്നിലാണ്. തെങ്ങിന് വേണ്ട ജലസേചനം, വളപ്രയോഗം എല്ലാം മുറയായി നൽകുന്ന ആ കർഷകരുടെ താല്പര്യമാണ് ഇത്രയധികം ഉൽപ്പാദനക്ഷമത കൈവരിക്കാൻ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലെ കർഷകർക്ക് സാധ്യമായിട്ടുള്ളത്. ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നീര. നീര ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഒരു തെങ്ങിൽ നിന്ന് ദിവസം 1.5 അല്ലെങ്കിൽ 2 ലിറ്റർ നീര ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ നീരയുടെ വില നമ്മൾ നോക്കുകയാണെങ്കിൽ 125 രൂപ ഒരു ലിറ്ററിന് കണക്കാക്കുകയാണെങ്കിൽ തന്നെ 250 രൂപ വരെ ഒരു തെങ്ങിൽ നിന്നും ആദായം ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് നീര ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇടവിളകളെ കുറിച്ച് ആരും ചോദ്യങ്ങൾ ഒന്നും വന്നില്ലെങ്കിലും വളരെയധികം സാധ്യതകളുണ്ട്. കാരണം തെങ്ങ് ഒരു ഏകവിളയായിട്ട് കൃഷി ചെയ്യാതെ ധാരാളം ഇടവിളകൾ നമുക്ക് കൃഷി ചെയ്യാം. അതിനെക്കുറിച്ച് ഡോക്ടർ നിഹാദ്. ഇടവിളകൾ കൃഷി ചെയ്താൽ തെങ്ങിനുള്ള സംരക്ഷണം കൂടുന്നതോടൊപ്പം തന്നെ ആ സ്ഥലത്തിൽ നിന്നുള്ള വരുമാനവും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ധാരാളം ഇടവിളകൾ നമ്മളിവിടെ ശാസ്ത്രീയമായി പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി പരീക്ഷിച്ചിരിക്കുന്നത് പുഷ്പവിളകളാണ്. ഇടവിളയായി ഹ്രസ്വകാലം കൊണ്ട് തന്നെ നമുക്ക് വരുമാനം നൽകുന്ന പുഷ്പവിള ഒന്നാണ് ബന്ദി കൃഷി. ബന്ദി കൃഷി ഇപ്പോൾ മിക്കവാറും എല്ലാ കൃഷിഭവനുകളിലും ഇടവിളയായി തെങ്ങിൻ തോപ്പുകളിൽ ചെയ്തു വരുന്നുണ്ട്. ഡിസംബർ തൊട്ട് മാർച്ച് വരെയാണ് ബന്ദിക്ക് ഏറ്റവും ഡിമാൻഡുള്ള സമയം. ആ സമയം നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ തന്നെ ബന്ദി കൃഷി ചെയ്യാവുന്നതാണ്. ഓണം സീസണിന് വേണ്ടി നമുക്ക് വാടാമുല്ലയും ബന്ദിക്ക് ശേഷം വാടാമുല്ല അധിക ചെലവില്ലാതെ അധിക വളങ്ങൾ നൽകാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഇടവിളയ്ക്ക് യോജിച്ച പുഷ്പവിളയാണ് ഹെലിക്കോണിയ. പുതിയ ഇനം കട്ട് ഫ്ലവർ പൂക്കളാണത്. പുതിയ പുഷ്പവിളയായിട്ട് ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പുഷ്പവിളകളിൽ ഒന്നാണ് ഹെലിക്കോണിയ. ഹെലിക്കോണിയയ്ക്കും വളരെയധികം സാധ്യതകളുണ്ട്. 100ഓളം ഹെലിക്കോണിയ ഇനങ്ങളുണ്ടെങ്കിലും ചില ഇനങ്ങൾ മാത്രമേ തെങ്ങിൻ തോപ്പുകളിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാണ് ഐറിഷ് റെഡ് ഇനം. ഇന്നത്തെ ഈ മുഖാമുഖം പരിപാടിയിൽ കൃഷി, ശാസ്ത്രം, കുടുംബം, നമ്മൾ തെങ്ങിനെ കുറിച്ചുള്ള രാവിലത്തെ സെഷനിലാണ് ഇപ്പം വിവിധ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ഈ പ്രാദേശിക കേന്ദ്രം തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രാദേശികം കായംകുളത്തുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് എപ്പോഴും കർഷകരോടൊപ്പം തന്നെ ഞങ്ങളുണ്ടാവും. ശാസ്ത്രജ്ഞന്മാരും ഒപ്പം ബാക്കിയുള്ളവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും. പല കർഷകരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. 1-2 പേർക്ക് പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ഞങ്ങൾ സദാ സന്നദ്ധരായിരിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സേവനത്തിന് ഞങ്ങളുണ്ടാകും. മുഖാമുഖം പരിപാടിയിലെ തെങ്ങ് കൃഷിയെ സംബന്ധിക്കുന്ന ഈ ആദ്യഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത, ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും CPSCRIയിലെ ശാസ്ത്രജ്ഞന്മാർക്കും നന്ദി പറയുന്നതിനോടൊപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ തെങ്ങ് കൃഷിക്ക് ഇനിയും ഒരു ഭാവി തീർച്ചയായും തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ തെങ്ങിനെ പരിപാലിക്കേണ്ട ചുമതല ആത്യന്തികമായി കർഷകന് തന്നെയാണ്. ഏതൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്നാൽ തന്നെയും അതിനെ ചെറുത്ത് നിർത്തി നമ്മുടെ വിളകളെ നമ്മൾ പരിപോഷിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ വിളകളെ നമുക്ക് രക്ഷിക്കാനാവൂ. അതിൽ നിന്ന് നമുക്കൊരു വരുമാനം നേടിയെടുക്കാനും കഴിയൂ. നമസ്കാരം.